വനിതാ ലോകത്തിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹെൽത്ത് ആൻഡ് കെയർ സെഗ്മെന്റിലേക്ക് സ്വാഗതം. ലൂർദ് ഹോസ്പിറ്റലിലെ നിയോനേറ്റൽ കൺസൾട്ടന്റും MD പീഡിയാട്രിക്സിൽ ഗോൾഡ് മെഡലിസ്റ്റ് കൂടിയായ ഡോക്ടർ റോജോ ജോയ് ആണ് ഇന്ന് നമ്മോടൊപ്പം വനിതാ ലോകത്തിലെ ഹെൽത്ത് ആൻഡ് കെയർ സെഗ്മെന്റിൽ. ഡോക്ടർ, വെൽക്കം ടു ഷോ. ഡോക്ടർ, നിയോനറ്റോളജി എന്ന വിഭാഗം യഥാർത്ഥത്തിൽ എന്താണ്? ജനിച്ചതിന് ശേഷം ആദ്യത്തെ 28 ദിവസം വരെ പ്രായമുള്ള കൊച്ചുങ്ങളെ നോക്കുന്ന ഒരു വിഭാഗത്തിനാണ് നിയോനറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് നിയോനറ്റോളജിയുടെ വിഭാഗത്തിൽ വരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ? പ്രധാനപ്പെട്ട എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മാസം തികയുന്ന കുഞ്ഞുങ്ങൾ അവരുടെ ശുശ്രൂഷയാണ്. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ICU അഡ്മിഷൻസ് വരുന്നത് ജനിച്ച ഉടനെ ശ്വാസം കിട്ടാതെ വരുന്നത്, അതായത് ബർത്ത് ആസ്ഫിക്സിയ റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ. പിന്നെ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് മാറണം, ഒന്നുകിൽ ശ്വാസതടസ്സം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അപസ്മാരങ്ങൾ ഉണ്ടാകുന്നു. ഇൻഫെക്ഷൻസ് ആണ് മൂന്നാമത്തെ കാരണം. നാലാമതായിട്ട് ചിലപ്പോൾ മഞ്ഞപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ജോണ്ടിസ് കാരണം വരുന്ന പ്രോബ്ലംസ്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ICUസിൽ അഡ്മിഷനായിട്ട് വരാറുള്ളത്. പക്ഷേ ഇതിനും സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന എല്ലാവിധ അസുഖങ്ങളും ചെറിയ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. അതിൻ്റെ എല്ലാ അസുഖങ്ങളും അങ്ങനെ വരാം. പക്ഷേ കോമൺ അഡ്മിഷൻസ് ഇതൊക്കെയാണ് സാധാരണഗതിയിൽ വരാറുള്ളത്. ഡോക്ടർ, ബേബീസിനെ കുറിച്ചാണ് കൂടുതൽ നിയോനറ്റോളജിയിൽ വരുന്നത് എന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് പ്രീറ്റം ബേബീസിൻ്റെ ആ ഒരു കെയർ ആൻഡ് എങ്ങനെയാണ് അത് വരുന്നത്? ഇപ്പോൾ ഈ പ്രീറ്റം ബേബീസിൻ്റെ നമ്പർ കൂടാനുള്ള, ഇപ്പോൾ റീസെൻ്റ്ലി കൂടാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പല ആൾക്കാരും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാറുണ്ട് കുട്ടികളുണ്ടാകാൻ വേണ്ടി. അപ്പോൾ അത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ട്വിൻസും ട്രിപ്ലെറ്റ്സും ഒക്കെ ചില ആൾക്കാർക്ക് വരാറുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുമ്പം അവിടെ ഒരു ഗൈനക്കോളജിസ്റ്റ് കണ്ട് മാത്രമല്ല, നമ്മളൊരു കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ ആ കൊച്ചുങ്ങളെ നോക്കാനും കഴിവുള്ളൊരു നിയോനറ്റോളജി വിഭാഗം കൂടി ഉണ്ടെങ്കിൽ അതും വളരെ ഉത്തമമായിരിക്കും. കാരണം ജനിച്ച് കഴിഞ്ഞിട്ട് ഈ കൊച്ചുങ്ങളെയും കൊണ്ടിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് ഈ പ്രീടേം കുട്ടികളുടെ കെയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ഒന്ന്, ജനിക്കുന്നതിന് മുമ്പുള്ള കെയറിങ്. രണ്ട്, ജനനസമയത്തുള്ള കെയറിങ്. പിന്നെ ജനിച്ചതിന് ശേഷമുള്ള കൊടുക്കുന്ന കെയറിങ്. ജനിക്കുന്നതിന് മുമ്പുള്ള കെയറിങ് അത് മോസ്റ്റ്ലി മദേഴ്സിനാണ്. ലൈക്ക് മദേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവർ ചെയ്യാവുന്നത്, ഇതും ബേസിക്കലി 2-3 പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളുടെ ബേസിലാണ് ഈ ഒരു കെയറിങ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ഇപ്പോഴത്തെ സ്റ്റഡീസ് കാണിക്കുന്ന അമ്മമാർക്ക് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് വഴി കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന ശ്വാസകോശത്തിൻ്റെ തടസ്സമോ ശ്വാസകോശത്തിൻ്റെ വളർച്ചയില്ലായ്മയും തലച്ചോറിലുണ്ടാകുന്ന രക്തസ്രാവങ്ങളും വയറ്റിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ കുറയാനുള്ള ചാൻസ് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ കാരണങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ ഈ കുഞ്ഞുങ്ങളെയും മരിക്കാനിടയിൽ വരുന്നത്. തലച്ചോറിലുണ്ടാകുന്ന രക്തസ്രാവവും ശ്വാസകോശത്തിൻ്റെ വളർച്ചയില്ലായ്മയും വയറ്റിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കുറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജനിച്ചതിന് ശേഷം ഈ കൊച്ചുങ്ങളെ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇങ്ങനെ പ്രീടേം ലേബർ ഉണ്ടാകുന്ന അമ്മമാർക്ക്, അങ്ങനെ റിസ്ക് ഉള്ള അമ്മമാരെ ആ ഒരു ഈ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ, എസ്പെഷ്യലി ലൂർദ് പോലുള്ള ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും നല്ലത് ഡെലിവറിക്ക് മുമ്പ് തന്നെ. സോ ദാറ്റ് കൊച്ചുങ്ങൾക്ക് അഡിക്വേറ്റ് കെയറിങ് ജനിച്ചതിന് ഉടനെ തന്നെ കൊടുക്കാൻ സാധിക്കും. സോ ഡെലിവറിക്ക് ശേഷം, രണ്ടാമത്തെ കെയർ ഞാൻ പറഞ്ഞു, ഡെലിവറിക്ക് ശേഷം വരുന്ന കെയർ. മോസ്റ്റ് ഓഫ് ദ ടൈം ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ ജനിച്ചു കഴിയുമ്പോൾ അവർക്ക് ചെറിയൊരു ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ അവർക്കൊരു കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി അത് സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള, സ്പെഷ്യലി സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ഒക്കെ ആവശ്യമായിട്ടുണ്ട്. കാരണം അതാണ് അവരുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കെയർ. ആ പോയിന്റ് ഓഫ് കെയറിൽ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ പിന്നീട് ഈ കുട്ടികളെ റിവൈവ് ചെയ്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ ലേബർ റൂമിൽ നിന്നും, കാരണം നമ്മൾ NICUയിൽ കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം ഈ കുട്ടികളുടെ ഫാറ്റും ഒക്കെ കുറവായിരിക്കും. അപ്പോൾ അവർക്ക് ടെമ്പറേച്ചർ മെയിൻ്റനൻസും പ്രശ്നമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ട് ഇൻക്യുബേറ്റേഴ്സും അല്ലെങ്കിൽ എംബ്രേസ് പോലുള്ള മൊബൈൽ ഇൻക്യുബേറ്റേഴ്സും ഒക്കെ ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ICUയിൽ എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ കുഞ്ഞ് പോണ വഴിയിൽ തന്നെ ചിലപ്പോൾ ഹൈപ്പോതെർമിയ ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് മരണം സംഭവിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാലുവാവേണ്ടതുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കുട്ടികളുടെ മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് മോസ്റ്റ്ലി ശ്വാസം മുട്ടലുണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എസ്പെഷ്യലി 1 കിലോൻ്റെ താഴെ അല്ലെങ്കിൽ ഒരു 30 ആഴ്ചയുടെ താഴെയുള്ള കുട്ടികൾക്കൊക്കെ ശ്വാസം മുട്ടൽ വരാൻ ചാൻസുകളുണ്ട്. അത് ശ്വാസകോശത്തിന് വളർച്ചയില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴുള്ള കണ്ടുപിടുത്തങ്ങളുടെ ബേസിൽ നമ്മൾ കൊടുക്കാറുള്ള സർഫാക്ടൻ എന്ന മരുന്ന് ജനിച്ച് ഒരു 2 മണിക്കൂറിനുള്ളിൽ കൊടുക്കുന്നതാണ്. വല്ല ശ്വാസതടസ്സം ഉണ്ട്, കുട്ടിക്ക് ശ്വാസമുട്ടലുണ്ടെങ്കിൽ ആസ് ഏർലി ആസ് അതായത് 2 മണിക്കൂറിനുള്ളിൽ നേരെ ശ്വാസകോശത്തിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വളരെ അത്യാവശ്യമാണ്. കൊടുത്തതിന് ശേഷം ഈ കുട്ടികളെ ഫർദർ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ CPAP പോലുള്ള മെഷീൻസിലോട് കണക്ട് ചെയ്യണം, അതായത് കൃത്രിമ ശ്വാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതിൽ CPAPൽ കുഞ്ഞ് തന്നെയായിരിക്കും ശ്വാസം എടുക്കുന്നത്, കുഞ്ഞിൻ്റെ റെസ്പിറേഷൻ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതിൽ കുഞ്ഞിന് സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വെന്റിലേറ്റർ പോലുള്ള മെഷീൻസിലേക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെയും കൊണ്ടും തീരുന്നില്ല
അറിയില്ല കാര്യങ്ങൾ. കാരണം ഈ കുട്ടികൾക്ക് നമ്മൾ എത്രത്തോളം ഓക്സിജൻ്റെ ലെവൽ എത്രത്തോളം കൊടുക്കണം എന്നതിനനുസരിച്ച് നമുക്ക് ഓരോ മോണിറ്ററിങ്സ് ആവശ്യമാണ്. കാരണം ഓക്സിജൻ്റെ ലെവൽ കൂടിയാലും കുറഞ്ഞാലും ഇതൊക്കെ എല്ലാ അവയവങ്ങളുടെ വളർച്ചയെയും ബാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ മോണിറ്റേഴ്സൊക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആ മോണിറ്റേഴ്സിലൊക്കെ വേണം നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇവരുടെ ടെമ്പറേച്ചർ മെയിൻ്റനൻസ് വളരെ അത്യാവശ്യമാണ്. കാരണം ഇവരുടെ ഫാറ്റ് കുറവായ, ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം, ഷുഗറിൻ്റെ അളവ് കുറയാം, അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ട് ഇവർക്ക് ഇൻക്യുബേറ്റേഴ്സിനുള്ളിൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചില കുട്ടികൾക്ക് ഇൻക്യുബേറ്റർ പറ്റുന്നില്ലെങ്കിൽ റേഡിയൻ വാമേഴ്സിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ടെമ്പറേച്ചർ പെട്ടെന്ന് അങ്ങോട്ട് കുറഞ്ഞു പോകും. പിന്നെ ഇവരുടെ സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസും ഫ്ലൂയിഡ്സൊക്കെ വേണം. നമുക്കറിയാം ഇത്രയും ചെറിയ കുട്ടികൾക്ക് IV ലൈൻ വെൻഫ്ലോങ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്കിൽഡായിട്ടുള്ള ആൾക്കാർ വേണം അത് ഇടാനൊക്കെ ആയിട്ട്. പല സ്ഥലങ്ങളിലും പല സെൻട്രൽ ലൈൻസും ചിലപ്പോൾ ഒക്കെ പെരിഫറൽ ലൈൻസും ഒക്കെ അതിനായിട്ട് വേണ്ടി വന്നേക്കാം. പിന്നെ ഇവരുടെ ന്യൂട്രീഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ഗർഭസ്ഥാവസ്ഥയിലായപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് അമ്മ കഴിക്കുന്ന എല്ലാ ഫുഡുകളും ആ കുഞ്ഞിന് കിട്ടുമായിരുന്നു. ജനിച്ചതിന് ശേഷം അവർക്ക് അവരെ ആ വയറ്റിനുള്ളിൽ എങ്ങനെയുണ്ടായിരുന്നു അതേ ഒരു സിറ്റുവേഷൻ നമ്മൾ പുറത്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന ന്യൂട്രീഷൻ, അതായത് ചിലപ്പോൾ ഗ്ലൂക്കോസ് മാത്രം കൊടുത്തോണ്ടിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ പാരൻ്റൽ ന്യൂട്രീഷൻ പോലെ അമിനോ ആസിഡും ലിപ്പിഡും ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ഇനീഷ്യൽ പോയിന്റ് ഓഫ് കെയറിലാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആയിട്ട് ഇവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാതെ നോക്കണം. കാരണം ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവരുടെ രോഗപ്രതിരോധ ശക്തി കുറവായിരിക്കും. അപ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ മാക്സിമം പ്രിക്കോഷൻ തരാം. അതിന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹാൻഡ് വാഷിംഗ് ആണ്. ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ് 1-to-1 നഴ്സിംഗ്. അതായത് ഒരു നഴ്സ് ഒരു ബേബിക്ക് ഒരു നഴ്സായിട്ട് ട്രീറ്റ്മെൻറ്റ് നഴ്സിംഗ് ചെയ്താൽ മാത്രമാണ് ഇങ്ങനത്തെ കുട്ടികളെ നമുക്ക് പുറത്ത് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതാണ് എല്ലാ ഫെസിലിറ്റീസ് ഇന്ന് ഇപ്പോൾ ലൂർദിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ഒരു കൊല്ലത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു കൊല്ലം 15 ബേബീസ് 1 കിലോൻ്റെ താഴെ 15 ബേബീസ് ഉണ്ടായിരുന്നു. അതിൽ 14 ബേബീസിനെയും ഞങ്ങൾക്ക് രക്ഷിക്കാൻ സാധിച്ചു. സോ പ്രീടൈം ബേബീസിനെ നമ്മൾ വീടുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോയാലും എന്തൊക്കെയാണ് ഫോളോ അപ്പ് നമ്മൾ ചെയ്യേണ്ടത്? വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആക്ച്വലി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് മദേഴ്സിന് നമ്മളൊന്ന് ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്. കാരണം മദറാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. കാരണം ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ മദറിന് മെച്ചുവർ ട്രെയിനിങ് കൊടുക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ മെയിൻ്റനൻസ് ആണ് ഫസ്റ്റ് തിങ്. സോ അതിന് ഞങ്ങൾ ഡിസ്ചാർജിന് മുമ്പ് തന്നെ അവരെ KMC കങ്കാരു മദർ കെയർ എന്ന് പറയുന്ന ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുക്കും. വാമറിൽ നിന്ന് മാറ്റി കുഞ്ഞിനെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് ചൂട് കിട്ടുന്ന ഒരു ടെക്നിക്കാണത്. അമ്മയുടെ ശരീരത്തിലേക്ക് കുഞ്ഞിനെ വെച്ചിട്ട് ഒരു KMC സെഷൻസ് ഒരു മിനിമം 1 അവറെങ്കിലും വേണം. മാക്സിമം 24 hours ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. സോ നമുക്ക് വീട്ടിലേക്ക് പല ആൾക്കാർക്കും ഇൻക്യുബേറ്ററോ വാമറോ ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കുട്ടികളെ ചിലപ്പം 2 മാസം 3 മാസം കഴിയുമ്പോഴൊക്കെ ഡിസ്ചാർജ് ആയെന്ന് വരും. അപ്പോൾ അതെന്ന് പറയുമ്പോൾ അപ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും അവർ അപ്പോഴും പ്രീ ടേം തന്നെയാണ്. അവർ ഫുള്ളി മെച്ചുവർ അല്ല. അപ്പോഴും അവർ 34 വീക്സോ 35 വീക്സിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഡിസ്ചാർജ്. കാരണം 26 ആഴ്ചയിൽ ഉണ്ടാകുന്ന കൊച്ചും ചിലപ്പോൾ 2 മാസം എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവർ പ്രീ ടേം തന്നെയാണ്. അപ്പോൾ അവരുടെ ടെമ്പറേച്ചർ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നമ്മൾ KMC ടെക്നിക്ക് അവരെ പഠിപ്പിച്ചു കൊടുക്കും. രണ്ടാമത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. കാരണം അവരുടെ ഗ്ലൂക്കോസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവരുടെ ബ്രെയിനിൻ്റെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മുലപ്പാൽ തന്നെയാണ്. അപ്പം മുലപ്പാലിനോളം ഗുണം വേറെ ഒന്നിനും തന്നെ കിട്ടത്തുമില്ല. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫീഡിങ് ടെക്നിക്സ് ഉണ്ട്, സ്പെഷ്യൽ ഫീഡിങ് പൊസിഷൻസ് ഉണ്ട്. സാധാരണ ഒരു 10 മാസം തികഞ്ഞ ഒരു കൊച്ചിനെ പോലെ ഈ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവയെല്ലാം അമ്മമാരും ഞങ്ങളോട് പറയുന്ന കാരണം കുഞ്ഞെപ്പോഴും ഉറങ്ങിപ്പോവുകയാണ്, കുറച്ച് നേരം സക്ക് ചെയ്തിട്ട് വിട്ട് കളയുന്നു എന്നുള്ളത്. മിക്കപ്പോഴും കുട്ടികളെ ഉറക്കമായിരിക്കും, പക്ഷെ നമ്മൾ ഒരു ശ്രദ്ധിച്ച് അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു സ്പെസിഫിക് ഫീഡിങ് പൊസിഷൻസ് ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ അതിനുവേണ്ടി ലാക്ടേഷൻ സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അമ്മമാരെ ഞങ്ങൾ ഡിസ്ചാർജിന് മുമ്പ് തന്നെ ഇതെല്ലാം ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ച് അവരെ ഫീഡിംഗ് ഒക്കെ ഓക്കെ ആയി, മദർ കോൺഫിഡൻ്റ് ആയി, കൊച്ചൊരു ദിവസം 10 ഗ്രാം വെച്ച് 3 ദിവസം വെയിറ്റ് ഗെയിൻ ഒക്കെ ചെയ്യുന്നുണ്ട്, നല്ല അഡിക്വേറ്റ് വെയിറ്റ് ഗെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളും കോൺഫിഡൻ്റ് ആവും കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുഞ്ഞിനുള്ള ആക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം തന്നെ ചെയ്ത് കുഞ്ഞിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഡിസ്ചാർജിന് ഞങ്ങൾ പ്ലാൻ ചെയ്യത്തുള്ളൂ. ഇനി ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം വീട്ടിൽ പോകുമ്പോഴും ഞങ്ങൾ പറയാറുള്ള കാര്യങ്ങൾ ഇത് തന്നെയാണ്. കുഞ്ഞിന് മാക്സിമം ടെമ്പറേച്ചർ മെയിൻ്റനൻസ് കൊടുക്കുക. അത് ടെമ്പറേച്ചർ നോർമൽ ആണോ എന്നറിയാൻ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിൻ്റെ കൈയും കാലും പിങ്ക് കളർ ആണെങ്കിൽ കുഞ്ഞിൻ്റെ ടെമ്പറേച്ചർ നോർമലാണെന്നർത്ഥം. ഇപ്പം കൈയുടെയും കാലിൻ്റെയും കളർ ബ്ലൂ ആണെങ്കിൽ ടെമ്പറേച്ചർ കുറവാണെന്നർത്ഥം. ഉടനെ തന്നെ നന്നായിട്ട് മൂടി വയ്ക്കണം. എസ്പെഷ്യലി തലഭാഗം നന്നായിട്ട് മൂടി വയ്ക്കാൻ ശ്രദ്ധിക്കണം. കാരണം തലയിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ലോസ് ഉണ്ടാകുന്നത്. ഒരു തുപ്പിയും സ്വെറ്ററും സോക്സൊക്കെ ഇട്ട് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഒന്ന് നീല കളർ കാണാൻ ഉടനെ എടുത്ത് KMC അതായത് കങ്കാരു മദർ കെയർ ചെയ്യുക. അതിനൊപ്പം തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കുറച്ചൊന്ന് കൂടി വരും. പിന്നെ റെഗുലറായിട്ട് ഫീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറയാറുണ്ട്.
പിന്നെ ഞങ്ങൾ പറയാറുള്ളത് ഏർലി സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ് മദേഴ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാറുള്ളത്. കാരണം ഞങ്ങൾ പറയുക ചെറിയൊരു എക്സസൈസ് പോലെ കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കുക, ചെറുതായി ഫ്ലെക്സി എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പം എല്ലിൻ്റെ വളരെ ചെറിയ സഹായമായിരിക്കും. പിന്നെ ചെറിയ റാറ്റിൽസ് എല്ലാം വെച്ചിട്ട് സൗണ്ട് കേൾപ്പിക്കുക, സോ ദാറ്റ് ഇയറിംഗ് ഡെവലപ്മെൻറ്റ് വിൽ ബിക്കം ബെറ്റർ. ചെറിയ റെഡ് കളർ ടോയ്സ്, കുഞ്ഞുങ്ങൾക്ക് റെഡ് കളേഴ്സ് ആയിരിക്കും ഇഷ്ടം. റെഡ് കളർ ടോയ്സ് വെച്ച് കുഞ്ഞിൻ്റെ അടുത്ത് കൊണ്ട് കണ്ണ് തുറന്നിരിക്കുമ്പം ഐ സ്റ്റിമുലേഷൻ. ദിസ് ആർ ഓൾ പാർട്ട് ഓഫ് ഏർലി സ്റ്റിമുലേഷൻ ടെക്നിക്, സോ ദാറ്റ് ബ്രെയിനെ നമ്മൾ കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാം. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഏതമ്മേനെ ഡിസ്ചാർജ് ചെയ്താലും ഞങ്ങൾ ഡേഞ്ചർ സൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അതായത് കുഞ്ഞ് പാല് കുടിക്കുന്നില്ല, കുഞ്ഞ് ഉറക്കമാണ്, ക്ഷീണം വരുവാണ്, കുഞ്ഞിന് മഞ്ഞപ്പ് പോലെ തോന്നുന്നു, കുഞ്ഞിന് എന്തെങ്കിലും ബ്ലീഡിങ് പോലെ കാണുകയാണ്, കുഞ്ഞിന് എന്തെങ്കിലും ഒരു അബ്നോർമൽ മൂവ്മെൻറ്റ്സ് കാണും, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഉടനെ തിരിച്ചു വരാനുള്ള എന്തൊക്കെയാണ് ഡേഞ്ചർ സൈൻസ്, ആ ഡേഞ്ചർ സൈൻസ് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സോ ദാറ്റ് ദേ ക്യാൻ പിക്ക് ഇറ്റ് അപ്പ് ഫാസ്റ്റ് ആൻഡ് എനിത്തിങ് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഡേഞ്ചർ സൈൻസും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് വിടാറുള്ളത്. ഓക്കെ ഡോക്ടർ. സോ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഒരുപാട് ശ്രദ്ധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ പ്രോത്സാഹിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് നിയോട്ടോളജി. അപ്പോൾ ആസ് എ നിയോട്ടോളജിസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇത്രയധികം ഇൻഫർമേഷൻ പാസ് ചെയ്തതിന് ഒരുപാട് നന്ദി. തീർച്ചയായും താങ്കളുടെ വളരെ വിലപ്പെട്ട സമയം തന്നെയാണ് ഞങ്ങളുടെ പ്രേക്ഷകരോടൊപ്പം ഹെൽത്ത് ആൻഡ് കെയർ സെഗ്മെൻറ്റിൽ ചെലവഴിച്ചത്. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഡോക്ടർ.